വൈക്കം വെച്ചൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ് 20ഓളം വീടുകൾക്ക് നാശനഷ്ടം. മരം വീണ് പൂർണ്ണമായും തകർന്ന വീടിനുള്ളിൽ നിന്ന് ഒരു കുടുംബം രക്ഷപ്പെട്ടത് നിസ്സാര പരിക്കുകളോടെ. ശാസ്താകുളം ക്ഷേത്രമുറ്റത്തെ 60 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ ആൽമരവും കടപുഴകി വീണു. വൈക്കം വെച്ചൂർ പഞ്ചായത്തിൽ മാത്രം ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് 20ലധികം വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഇടയാഴത്ത് പുറക്കാട് രാധാകൃഷ്ണൻ വിജയനിർമ്മല ദമ്പതികളാണ് മരം കടപുഴകി വീണ് പൂർണ്ണമായും തകർന്ന വീടിനുള്ളിൽ നിന്ന് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. അരഭിത്തി കെട്ടി ഷീറ്റിട്ട് മറച്ച വീടിന് മുകളിലേക്ക് സമീപത്തെ മരം കടപുഴകി വീഴുകയായിരുന്നു. ഇരുവരും മരം വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയെങ്കിലും രാധാകൃഷ്ണൻ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങി. മരത്തിനടിയിലൂടെ ഇഴഞ്ഞിറങ്ങിയാണ് രാധാകൃഷ്ണൻ പുറത്തെത്തിയത്. രാധാകൃഷ്ണന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6-ാം വാർഡിൽ ഈരയിൽ ഭാഗത്ത് ഇത്തിപ്പറമ്പിൽ സത്യന്റെ വീടിന്റെ മുകളിലേക്ക് മരം വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു. വീടിന് സമീപമുണ്ടായിരുന്ന ഷെഡ് പൂർണ്ണമായും തകർന്നു. 3 കുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ശനിയാഴ്ച രാത്രിയോടെ അപകടമുണ്ടായത്. രാത്രി ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റൊക്കെ വീശി തുടങ്ങി. അപ്പൊ ഞങ്ങൾ അന്നേരം കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു, വാതിക്കെ തന്നെ നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റ് കൂടിയപ്പോഴത്തേക്കും മിന്നലും ഒക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ അകത്തോട്ട് പോയത്. അപ്പോഴേക്കും പെട്ടെന്നൊരു ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ കുറച്ച് കതക് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും മാവ് വീണിങ്ങനെ കിടക്കുമായിരുന്നു. വെച്ചൂർ കുമരകം റോഡിൽ ശാസ്താകുളം ക്ഷേത്രമുറ്റത്തെ 60 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ ആൽമരവും കടപുഴകി വീണു. ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിഞ്ഞ് എല്ലാവരും പുറത്തുപോയ സമയത്താണ് സംഭവം. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. കാറ്റിലും പ്രകൃതിക്ഷോഭത്തിലുണ്ടായ അപകടമാണിത്. ഏകദേശം 80 വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്നത്. അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ അത്താഴപ്പൂജയ്ക്ക് മുമ്പായിട്ട് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ അത്താഴപ്പൂജ കഴിഞ്ഞപ്പോൾ മാറിയതുകൊണ്ട് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. 3-4 വാഹനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പൂജ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയായിരുന്നു. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. കാറ്റായിരുന്നു, ചെറിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ചുഴറ്റി അടിച്ച് മൊത്തത്തിൽ ഞങ്ങൾ പടർന്നു പോവുകയായത്.